CPM-ലെ ഈ വോളണ്ടിയർമാർ, ഈ ബോംബ് വോളണ്ടിയർമാരുണ്ട്, ബോംബുണ്ടാക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. ബോംബുണ്ടാക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാരാണ് അതിൽ പങ്കെടുത്തത്. അത് ബോംബ് ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത്. ബോംബ് നിർമ്മിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് ഫണ്ട് ചെയ്യുന്ന അതിൻ്റെ CPM അതോറിറ്റിയാണ് അതിൽ ഫണ്ടും ചെയ്തത്. അങ്ങനെയാണ് വിജയരാഘവൻ പറഞ്ഞത് ബോംബല്ല, പടക്കത്തിന്റെ ഏട്ടനാണ് പൊട്ടിയത്. അതെ അതെ, വിജയരാഘവനാണ് ഈൻ്റെ ഏട്ടനാണ്. ജപ്പാനിൽ പൊട്ടിയാണ് ബോംബ്, ഈൻ്റെ ഏട്ടനാണ്. ചെറിയ പടക്കാണ്. അതിൻ്റെ മുകളിലുള്ളത് പാനൂർ പൊട്ടിയ ബോംബാണ്. അതിൻ്റെ മുകളിലുള്ളതാണ് ഇവിടെ പൊട്ടിയത്, ജപ്പാനിൽ പൊട്ടിച്ച്. അത് ഏട്ടന്മാരും അനിയന്മാരൊക്കെ തന്നെയാണ്. ഇവർ ബ്രദേഴ്സാണ്. CPM കൂടെ ഒരു ബ്രദറാണ് ഈ പൊട്ട് സംഘത്തിലെ. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രാദേശിക CPM നേതാക്കളെ മരിച്ച ആളുടെ വീട്ടിൽ പോയല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ്, ക്രിമിനൽ സംഭവത്തെ കുറച്ച് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, എന്തുകൊണ്ടാണ് CPM-ന്റെ നേതാക്കന്മാർ ബോംബ് പൊട്ടി മരിച്ചവരുടെ വീട്ടിൽ പോയത് എന്നത് വ്യക്തമാണ്. എന്നുവെച്ചാൽ അവർ ഭീഷണിപ്പെടുത്തിയാണ്. ഈ ബോംബ് പൊട്ടിച്ച സംഘം കൃത്യമായി CPM-നെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഈ സംഭവത്തോട് തലതിരിഞ്ഞു നിന്നാൽ നേതാക്കന്മാർ വീട്ടിൽ വരികയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പരസ്യമായിട്ട് ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെയും ഇതിന്റെ പ്രേരണ ആളുകളെയും പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് CPM ലീഡർഷിപ്പ് അവരെ അനുനയിപ്പിക്കാനാണ് അവിടെ പോയത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോധമുള്ള CPM-കാർ രാഷ്ട്രീയ നാടകത്തിന് വേണ്ടിയിട്ടെങ്കിലും അവിടെ പോകില്ലായിരുന്നു. അവിടെ കൊണ്ടുപോയത് ബോംബ് നിർമ്മിച്ച ആ ആളുകളുടെ ഭീഷണിനെ ഭയന്നിട്ടാണ്. ഒരു സംശയമില്ല. സർക്കാർ മുഖ്യമന്ത്രി അടക്കം അവർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പുറത്തു പറയും കാര്യങ്ങൾ എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പോലും അവരവിടെ പോയത്.